അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേളി ഹെയർ മെത്തേഡ് ആണ്. അപ്പം അതെ ഗൈസ്, കേളി ഹെയർ മെത്തേഡ് ആണ്. അപ്പോൾ അതിന്റെ ഫുൾ സ്റ്റെപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട്. പരീക്ഷണ വസ്തു. അതെ, ഇവളാണ് എനിക്ക് സ്റ്റൈൽ ചെയ്ത് തരുന്നത്. നല്ല ഫ്രിസി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നല്ല അടിപൊളി കേൾസ് ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബോയ്സിനും ഗേൾസിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേളി ഹെയർ റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹെയർ ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് വാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത് വെറ്റ് ഹെയറിലാണ്. മുടി നന്നായിട്ട് വെറ്റ് ചെയ്ത് നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കണ്ടീഷണറും ഇട്ടിട്ട് വെറ്റ് ഹെയറിലാണ് നമ്മൾ ഈ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് കഴുകിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് സ്റ്റൈൽ ചെയ്യാം. എന്നിട്ട് സ്റ്റൈൽ ഗൈസ്, അപ്പോൾ ഞാൻ ഹെയറിൽ ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് കേളപ്പ് ക്രീം വെച്ചിട്ടാണ്. ഹെയർ ഡിഫൈനിങ് ക്രീം വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഉപയോഗിച്ച് കുറേ തീർന്നു സ്റ്റൈൽ ചെയ്യും. അപ്പോൾ ഇത് തീർന്നു. അപ്പം നമുക്ക് ഇത് വെച്ച് സ്റ്റൈൽ ചെയ്ത് തുടങ്ങാം. തീർന്നതിന്റെ അവസാനമായി നമ്മളത് കൊല്ലും വേണമെന്നുള്ളതൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഇതിന് ഓരോ സെക്ഷനായിട്ട് ഇതേപോലെ ഇവിടെ മുടി കാണിക്കണ്ട എടുത്ത് ഇവിടെ കൂടെ കാണിച്ചു കുറച്ച് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തെടുക്കണം ഗൈസ്. ഇവളുടെ മുടി ഓൾറെഡി കേളി ആയതുകൊണ്ട് ഒരുപാട് സ്ക്രഞ്ച് ഓൾറെഡി അവളുടെ കേളിയാണ്. അപ്പം ഇങ്ങനെ തന്നെ ആക്കുമ്പോൾ വന്നോളും. കേളി ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ഇങ്ങനെ ഫിംഗർ റോളിങ് ചെയ്തെടുക്കണം ഗൈസ്. അതൊന്നുമില്ല, ഇങ്ങനെ എടുത്തിട്ട് 2 ഫിംഗറിലായിട്ട് ഈ ഒരു ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കുറച്ചൊന്ന് ഒരുപാട് ഞെക്കി പിടിക്കണ്ട, കുറച്ചൊന്ന് വലിച്ച് പിടിച്ചിട്ട് ഇതിങ്ങനെ ഇട്ടാൽ നല്ല ഡിഫറെൻ്റായിട്ട് കേൾസ് കിട്ടിക്കോളും. ഇതേപോലെ എല്ലാം കൂടി ചെയ്യാൻ നമുക്ക് സമയമില്ല ഗൈസ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കോംബ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി അടുത്ത ഈ ഒരു ഹെയർ ഈ തലയിലേക്ക് ക്രീം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നീ തന്നെ നോക്കല്ലെന്ന് ചെയ്തിട്ട് ഇതിങ്ങനെ ഇട്ടു. അപ്പോൾ ഇതേ കണക്ക് നല്ല അടിപൊളി കണ്ടോ കാണിച്ച് ഇതേ കണക്ക് നിലയ്ക്ക് ഇതില്ലെങ്കിൽ കേൾസ് നമ്മൾ ഇപ്പം ഗൈസ് എനിക്ക് തന്നെ കൊതിയാവുന്നു. ഇഷ്ടപ്പെട്ടു. 2-3 സ്ഥലത്ത് ചെയ്തത്. ഇനി ഇങ്ങനെ ഒരുവിധം ബാക്കിൽ കുറച്ച് ക്രീം നമ്മൾ എടുത്ത് ക്രീസുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നല്ലതായിട്ട് കുറച്ച് ക്രീം ഇത്രയൊക്കെ മതിയാവും ഒരു സെക്ഷൻ. അതായത് ഈ ബാക്കിൽ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഇവളുടെ കേളി ഹെയർ ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ റോൾ ചെയ്യേണ്ട സ്റ്റൈൽ ചെയ്യേണ്ടി വരത്തില്ല. ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ സ്റ്റൈൽ ചെയ്യുന്ന ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ മുടിയായിട്ട് എടുത്ത് വെച്ച് കാണിക്കുന്നത്. അതിൽ കുറച്ച് ക്രീം എൻ്റെ കയ്യിൽ കുറച്ച് ക്രീം ഉണ്ടായിരുന്നു, അതിങ്ങനെ പുരട്ടുക. ഇങ്ങനെ അവളവിടെ നിന്ന് നോക്കും, വാവ അവിടെ നിന്ന് നോക്കും. എന്നിട്ട് ഇവിടെ ഒരു 2 വേറെ നമ്മളെല്ലാം വേറെ 2 പിള്ളേരുണ്ട് ഗൈസ്. അവരാണ് നമ്മളെ ഹെൽപ്പ്. ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് ഗൈസ്. നമ്മൾ ഭയങ്കര അപ്പം നമ്മളിവിടെ ഇനി അടുത്ത എടുക്കാൻ പോകുന്നത് കേളപ്പിൻ്റെ തന്നെ ഹെയർ ജെല്ലാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. നമ്മൾ നല്ല കേൾസൊക്കെ നല്ല ഷൈനി ആയിട്ടിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട്. അതാണ് ഇതിങ്ങനെ തീരാതിരിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ഇതുവരെയൊക്കെ ഉണ്ട്. ഇതിപ്പം വെയിറ്റ് ഉണ്ട്. മറ്റേത് നമ്മൾ എടുത്തെടുത്ത് തീർന്നു ക്രീം. ഇതിൻ്റെ ഇത് ഫ്ലാക്സീഡ് ജെല്ലാണ്. ഫ്ലാക്സീഡിൻ്റെ എക്സ്ട്രാക്റ്റ് ഉള്ള ഇതേപോലെ ഇരിക്കും ജെല്ല്. ഇത് ഒരുപാട് ഓവറായിട്ട് നമ്മളിത് തലയിൽ ഒതുങ്ങിയിരിക്കാന്ന് പറഞ്ഞ് ഇട്ടാലും ഒരുമാതിരി കട്ടി പോലെ വെറ്റായിട്ട് ഒരുപാട് ഇടണ്ട. പക്ഷെ കുറച്ചിട്ടാ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ ഇതെനിക്ക് ഫ്രീസ് ആയിട്ടുള്ള സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതെനിക്ക് ഈ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് ഒരുവിധം നല്ല ഒരുപാട് നല്ല കുഞ്ഞു കുഞ്ഞു കേൾസാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ഇനി ഉണങ്ങി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമുക്കിത് ഉണങ്ങിയിട്ട് ഇപ്പം വെറ്റ് ലുക്കാണിത്. ഇപ്പോൾ ഇവിടെ വെറ്റായിട്ടിരിക്കുമ്പോൾ ഉള്ള ഇങ്ങനെയാണ് ക്രീം എല്ലാം അപ്ലൈ ചെയ്തു. ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയം. എയർ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത നമ്മളിപ്പോൾ എയർ ഡ്രൈ ആണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണങ്ങിയിട്ട് കാണാം. ഐശ്വര്യയുടെ മുടി ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഉണങ്ങിയില്ല, ഇനി കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്. പക്ഷേ ഒരുവിധം നന്നായിട്ട് മുടി വന്നിട്ടുണ്ട്. നല്ല ഡിഫൈൻഡ് ആയിട്ട് കേൾസ് കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്രിസി ഹെയർ ആയിരുന്നു ഉള്ളത്. ഇപ്പം നല്ല കേളൊക്കെ ക്ലംസ് ആയിട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഉണങ്ങിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ഇതിപ്പോൾ കുറച്ചിങ്ങനെ ഒട്ടി ഇരിക്കുന്നുണ്ട്. പക്ഷെ
ഫ്രിസ്സൊക്കെ പോയി നന്നായിട്ട് മാനേജബിൾ ആയി വന്നിട്ടുണ്ട് guys. നിനക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. ഇത് എങ്ങനെ വേണം കെട്ടാൻ guys? ഇനി അവർക്ക് കെട്ടാൻ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. മറ്റത് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ഫ്രിസി ഹെയർ ആയിട്ടിരിക്കും. ഒരുവിധം കൊള്ളാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കേർലി ഹെയർ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ഇനി ഇതുപോലത്തുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എടുത്തത് കേളി ഹെയറിൻ്റെ കുറച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്താണ് അപ്പം ശരി ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.